ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ആൻഡ് ആക്ച്വലി ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് ഞാൻ ബുക്ക് ഓഫ് ആൻസേഴ്സ് എന്ന് നോക്കും. ഞാൻ ആക്ച്വലി കാർഡ്സ് എടുക്കണമെന്ന് വിചാരിച്ച് ഏതാ എടുക്കേണ്ടതൊരു കൺഫ്യൂഷനായി പോയി പെട്ടെന്ന്. അതങ്ങനെ ആലോചിക്കുന്നു. ഓക്കെ, ഐ തിങ്ക് എന്തോന്നൊരു കൺഫ്യൂഷനായിപ്പോയി ഏതാ വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ടാരോന്നും എടുക്കും ആൻഡ് നമ്മുടെ ഒറക്കിൾ മെസ്സേജസ് നോക്കാം. ഓക്കെ, ഇത് ഞാൻ ഒരു 2-3 ക്വസ്റ്റ്യൻ ഞാൻ എടുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടെങ്കിൽ അതിനൊരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. എസ് എൻ ഒ കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തെങ്കിലും നടക്കുമോ എന്ന് വല്ലതും നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ യെസ് ആൻഡ് നോ ആയിട്ടും ഞാൻ പറയാം. അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് സിറ്റുവേഷനിലെ ഗൈഡൻസ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യന് ഗൈഡ് ചെയ്തിട്ടും ഞാൻ പറയാം. ഐ തിങ്ക് ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഫസ്റ്റ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ മനസ്സിലെടുത്തോളൂ. അതിനെക്കുറിച്ചുള്ള ഗൈഡൻസ് ഞാൻ പറയാം. ആൻഡ് ഓരോന്നിനും ഞാൻ ബുക്ക് ഓഫ് ആൻസേഴ്സിനും കൂടി ഓരോ പേജ് അല്ലെങ്കിൽ ആൻസേഴ്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഒരു 3 ചെയ്യാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഗൈഡൻസ് ലെറ്റ്സ് സീ. 8 of Pentacles, High Priestess and 8 വന്നിട്ടുണ്ട്. ഓക്കെ, സ്ട്രെങ്ത്. ഓക്കെ, നിങ്ങൾ കുറച്ച് പേര് ഇവിടെ കരിയറിൻ്റെ കാര്യം ചോദിച്ച പോലെ ഉണ്ട്. കരിയറിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പഠിക്കാൻ, ഓക്കെ, കരിയറോ പഠിക്കാനോ ഉള്ള വല്ല കാര്യങ്ങളായിരിക്കാം. ആക്ച്വലി അഗെയിൻ സെയിം തിങ് ആണ് എനിക്ക് തോന്നുന്നത്. മേ ബി നിങ്ങൾക്കൊരു പുതിയ ഓഫർ വന്ന് കാണാം. കുറച്ച് പേർക്ക് ജോലിക്ക് ഒരു ഓഫർ വന്ന് കാണാം. അതിനെക്കുറിച്ചായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. പ്രോജക്റ്റ് ആയിരിക്കാം, ഒരു ഓഫർ ആയിരിക്കാം, ഒരു പുതിയ ജോലിയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ നമ്മൾ പറയില്ലേ കൂടുതൽ വർക്ക് എന്തെങ്കിലും വരിക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. വരുമോ എന്നായിരിക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ. യെസ്, വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ വർക്കിനുള്ള സാധ്യതയുണ്ട്, പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കുറച്ചുകൂടി നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും എന്നാണ് എനിക്ക് കാണുന്നത്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് ഇത് കുറച്ചുകൂടി സ്റ്റഡീസ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. പഠിക്കൽ എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാക്കുക. ഓക്കെ, മേ ബി നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് കരിയറിൽ ഗ്രോത്ത് വരുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി നിങ്ങളോട് പഠിക്കാൻ പറയുന്നുണ്ട്. മേ ബി അതായിരിക്കാം. എന്നിട്ട് നിങ്ങൾ നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ ലൈക്ക് എന്ത് ഫീൽഡായാലും ശരി, ഓക്കെ, ആ ഫീൽഡിൽ നിങ്ങൾ കുറച്ചുകൂടെ എന്തെങ്കിലും മേ ബി പഠിക്കാനുണ്ടാവാം. ഓക്കെ, ഐ തിങ്ക് അങ്ങനെ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി ഇത് സ്ട്രോങ് ആയിട്ട് ബെറ്റർ ആയിട്ട് മാറും എന്നാണ് ഇവിടെ മെയിൻ അഡ്വൈസ്. ഐ തിങ്ക് നിങ്ങൾക്ക് പഠിക്കാൻ തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുക എന്നൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ചിലത് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നല്ലതാണോ അല്ലേ എന്ന രീതിക്കൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സെൽഫിനോട് ചോദിക്കാം. നിങ്ങളുടെ മൈൻഡിൽ പറയുന്നത് കേൾക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നല്ലതാണോ എന്ന് നമുക്ക് ഡൗട്ട് വരുമല്ലോ. അപ്പോൾ ഐ തിങ്ക് മേ ബി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് ഓഫർ വരുന്നത് നല്ലതാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി യെസ്, ഇവിടെ പോസിറ്റീവാണ് എനിക്ക് കിട്ടുന്നത്. വളരെ നല്ല തന്നെയാണ്. നിങ്ങൾക്ക് കരിയറിലൊരു ഗ്രോത്ത് എനിക്ക് കാണുന്നുണ്ട്. ജോലിയിലാണെങ്കിലും നിങ്ങൾക്ക് പ്രൊമോഷനായിട്ട് വരാം, അല്ലെങ്കിൽ വേറെ പുതിയൊരു ജോലിക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. പഠിക്കാനാണെങ്കിൽ, ഈവൻ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ടൈമാണ്. പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് നല്ല റിസൾട്ട് വരുമെന്നും കാണുന്നുണ്ട്. ഗിവ് അപ്പ് ചെയ്യരുത്. അതായത് നമ്മൾ പറയില്ലേ, ചിലപ്പോൾ നമ്മൾ എത്ര ചെയ്തിട്ടും ഒരു റിസൾട്ട് കാണാതെ ആകുമ്പോൾ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ തുടങ്ങും. സോ അത് ചെയ്യരുത് നിങ്ങൾ. ഓക്കെ, ഒരു മടി പിടിച്ചൊന്നും ഇരിക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നൊരു ഗൈഡൻസ് ആണ് ഇവിടെ വരുന്നത്. ജോലിയുടെ കാര്യമായിരിക്കാം ഇവിടെ കൂടുതലും, അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജോലിയുടെ ത്രൂ കിട്ടുന്നതായിരിക്കാം. ഫൈനാൻസിൻ്റെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. കുറച്ച് പേർക്ക് മേ ബി ഈവൻ ഹെൽത്ത് വൈസ്, ഓക്കെ, ഹെൽത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ഹെൽത്ത് ബെറ്റർ ആവുമെന്നാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി എന്താ നമ്മൾ ബെറ്റർ ആവാൻ എക്സസൈസ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, നമ്മൾ അവനവനെ കെയർ ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്കിതിനൊരു
ബുക്ക് ഓഫ് ആൻസേഴ്സിന് ഒരു ഗൈഡൻസ് കൂടി ഇതിൽ വേറെ. ഓക്കെ, കുറച്ച് പേർക്ക് ഓഫർ നിങ്ങൾ വല്ലതും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം, സോറി ഞാനത് പറഞ്ഞില്ല, റിലേഷൻഷിപ്പിൻ്റെ കാര്യം കൂടി പറയാം. നിങ്ങൾ റിലേഷൻഷിപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്കൊരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു മെസ്സേജ് വരും, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരുന്ന പോലെ കാണുന്നുണ്ട്. ഒരു പേഴ്സൺ അതിൽ നിങ്ങളുമായിട്ട് ഇൻവോൾവ് ആവാൻ താല്പര്യത്തോടെ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ എഫേർട്ട് ഇടും എന്ന രീതിക്കാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് കുറച്ചുകൂടി ബന്ധം സ്ട്രോങ് ആവുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ലൈക്ക് ഡൗട്ട്സ് ഉണ്ടാവാം അതിനെക്കുറിച്ച്, പക്ഷേ ഇല്ലേ ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ സപ്പോസ് സൈലൻസ് ആണെന്ന് വിചാരിക്കും, നിങ്ങൾ തമ്മിൽ നോ കമ്മ്യൂണിക്കേഷൻ വല്ലതും ആണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു മെസ്സേജ് വരാനും സംസാരം ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് കൂടി പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, എനിവേ എല്ലാത്തിനും മുമ്പേ ഒരു പ്രതീക്ഷ, സ്റ്റാർ ഹോപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ വയ്ക്കാം എന്നാണ് പറയുന്നത്, ഏത് കാര്യത്തിലായാലും. ഓക്കെ, ലെറ്റ്സ് സീ ബുക്ക് ഓഫ് ആൻസേഴ്സ്. നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ സിറ്റുവേഷനെ കുറിച്ച്? യു ഹാവ് ഡോൺ ദ കിങ് ഓഫ് സോഡ്, സമ്മൺ എൽസ് വിൽ ഹാവ് ദ ലാസ്റ്റ് വേർഡ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ആരോടോ ഫൈറ്റ് ആയിട്ടുണ്ടാവാം. ഓക്കെ, ആരോടെങ്കിലും വാക്ക് തർക്കം അങ്ങനെ പോയിട്ടുണ്ടാവും. മേ ബി അതായിരിക്കാം ഞാൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഈവൻ ഫാമിലിയിലായാലും ആരുമായിട്ടായാലും ആരോടെങ്കിലും വഴക്കോ തർക്കമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കാം ഇവിടെ സോൾവ് എനിക്ക് കാണുന്നത്. അത് സിറ്റുവേഷൻ മാറി വരും എന്ന രീതിക്ക് നമുക്ക് ഓൾറെഡി കിട്ടി. മേ ബി ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് അവരെ അവസാന വാക്ക് അവർ പറഞ്ഞു എന്ന് പറയില്ലേ, ആ രീതിക്കാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അത് അവർ തന്നെ അവരെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ ജോലി സ്ഥലത്തായാലും വേറെ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ മിസ്റ്റേക്ക് റിയലൈസ് ചെയ്യും. ഓക്കെ, ഇന്നുകൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഹാവ് എ ഗുഡ് ക്രൈ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുള്ളിൽ ഒരുപാട് വിഷമം കൊണ്ട് നടക്കുന്നുണ്ടാവാം. നിങ്ങളോട് പറയുന്നത് ഒന്ന് കരഞ്ഞു തീർക്കൂ എന്ന് പറയുന്നുണ്ട്. ആ കരഞ്ഞു തീർക്കുമ്പോൾ മേ ബി നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമം പോവും എന്നാണ്. ഐ ഡോണ്ട് നോ വൈ. മേ ബി നിങ്ങൾ അങ്ങനെ ഒരു വല്ലാത്തൊരു വിഷമത്തിൻ്റെ ഫേസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഹീലിങ്ങിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. സോ മേ ബി നിങ്ങൾ കുറച്ചൊരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിലൊന്നും കാണിക്കാതെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം. അത് ഏത് കാര്യത്തിലായാലും, കരിയറിലോ ജോലിയിലോ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു, നിങ്ങളോട് തെറ്റി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവാം. സോ യൂണിവേഴ്സ് പറയുന്നത് ആക്ച്വലി ഹാവ് എ ഗുഡ് ക്രൈ എന്നാണ്. നന്നായിട്ടൊന്ന് കരയൂ എന്നാണ് പറയുന്നത്. മനസ്സിലുള്ള ഭാരം ഒന്ന് ഒഴിഞ്ഞു പോട്ടെ. ഓക്കെ, സോറി എന്താണെന്നറിയില്ല അങ്ങനൊരു മെസ്സേജ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം നമുക്ക്. ഒരു പേജ് ലാസ്റ്റ്. ആസ്ക് ആൻ അക്വൈൻറ്റൻസ് ആൻഡ് ഡൂ ദി ഓപ്പോസിറ്റ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ആരോടെങ്കിലും ഒപ്പീനിയനൊക്കെ ചോദിച്ചോളൂ, വിരോധമില്ല. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഹെൽപ്പിനോ ഗൈഡൻസിനോ നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ ചോദിച്ചിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ അഡ്വൈസ് ചോദിക്കുന്ന ആൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല മീൻസ് അവരുടെ മനസ്സിൽ തോന്നുന്നതായിരിക്കും ചിലപ്പോൾ പറയുന്നത്. ബട്ട് എനിവേ നിങ്ങളോട് പറയുന്ന ഡൂ ദി ഓപ്പോസിറ്റ് എന്നാണ്. അതായത് അവർ പറഞ്ഞതുപോലെ ചെയ്യേണ്ട. നിങ്ങൾ ആരുടെയും അഡ്വൈസ് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കണ്ട, അത് സ്വീകരിക്കേണ്ട. നിങ്ങളുടെ അതിൻ്റെ നേരെ തിരിച്ച് ചെയ്യൂ എന്നാണ് പറയുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, ഐ ഡോണ്ട് നോ വൈ. എനിവേ ഇത് നിങ്ങൾക്ക് എങ്ങനെ മാച്ച് ആവുമെന്ന് എനിക്കറിയില്ല. അത് റാൻഡം ഈ ബുക്ക് എടുക്കുമ്പോൾ ഇതാണ് കുറച്ചൊരു. ഓക്കെ, നമുക്കൊരു വേറെ ക്വസ്റ്റ്യൻ കൂടി എടുക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൈഡൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാം യൂണിവേഴ്സിനോട്. ഓക്കെ, ലെറ്റ്സ് സീ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നൈറ്റ് ഓഫ് കപ്സ്, അഗെയിൻ സ്ട്രെങ്ത് കാർഡ്, സെയിം തിങ്, ആൻഡ് 9 ഓഫ് കപ്സ്. ഓക്കെ, ഇത് കുറച്ചുകൂടി എനിക്കൊരു റൊമാൻറ്റിക് ഫീല് വരുന്നുണ്ട്. റൊമാൻറ്റിക് കാര്യം, റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇവിടെ ഒരു ഓഫർ വരുന്ന കാര്യമാണ്. ആക്ച്വലി അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ഓഫർ ആയിരിക്കും. ഓക്കെ, ജെനുവിൻ ആയിട്ടൊരു ഓഫർ, അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു മനസ്സ് ആക്ച്വലി വിഷമിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വേദനിച്ചതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഭാരമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ, ഒരുപാട് ഭാരം. ആക്ച്വലി ഇതിന് മുമ്പ് വന്ന ഗൈഡൻസ് നിങ്ങൾക്കുള്ളതാണെന്ന് തോന്നുന്നു. എനിവേ ഇവിടെ ഒരുപാട് ഭാരം നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലോണം ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. സോ ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആവാം, റിലേഷൻഷിപ്പിൻ്റെ ആവാം, അല്ലെങ്കിൽ ഈവൻ ജോലിയിലോ കരിയറിലോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ആവാം. ആൻഡ് ആക്ച്വലി അതൊരു നല്ല ഓഫറായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നല്ല ഒരു ആക്ച്വലി ഇത് റൊമാൻറ്റിക് തന്നെയാണ്. ഞാൻ കൂടുതലും അതേ എടുക്കുന്നുള്ളൂ, കാരണം നമ്മുടെ കപ്സ് ആണ് വന്നിരിക്കുന്നത് കൂടുതൽ. സോ കപ്സ് പറയുമ്പോൾ നമ്മൾ ഇമോഷൻസ് ആണ്. നിങ്ങൾക്കൊരു ഇമോഷണലായിട്ട് സന്തോഷം തരുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച ഒരു കാര്യം,
നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നാണ്. നിങ്ങൾക്ക് സന്തോഷങ്ങൾ ഫീൽ ചെയ്യും, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യും. ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ വേണ്ടത് കിട്ടി എന്ന് നിങ്ങൾക്ക് തോന്നാം. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും അഗൈൻ ഓക്കെ, സിറ്റുവേഷൻ നിങ്ങളുടെ എങ്ങനെയാണോ അങ്ങനെ മാച്ച് ചെയ്യും. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് ഒരു പേഴ്സൺ വരുന്നതായിരിക്കാം. ഓക്കെ, മേ ബി ഒരു പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതായിരിക്കാം, നിങ്ങളെ ഒരു ഓഫറുമായിട്ട് വരുന്നതായിരിക്കാം. അതിപ്പോൾ അഗൈൻ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ഒരു പുതിയ ബന്ധം വരുന്നു ലൈഫിൽ, അല്ലെങ്കിൽ ഉള്ള റിലേഷൻഷിപ്പ് തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റ് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഐ തിങ്ക് ഒരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു വിഷമം നിങ്ങൾ ഫേസ് ചെയ്തതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ആ പേഴ്സൺ തന്നെ ആയിരിക്കാം മിക്കവാറും വരുന്നത്. പക്ഷേ അവർ ഇത്തവണ വരുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വസിക്കാം, ട്രസ്റ്റ് ചെയ്യാം, അവരുടെ ആ ഫീലിങ്സിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ന രീതിയിലാണ്. ആൻഡ് അത് നിങ്ങളെ നല്ലോണം സന്തോഷിപ്പിക്കുന്ന തരത്തിലാണ് കിട്ടുന്നത് എനിക്ക്. ഓക്കെ, നിങ്ങളുടെ ഒരു ആഗ്രഹം ഫുൾഫിൽ ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ആരോടെങ്കിലും ഒരു സോൾമേറ്റ് ബോണ്ടാണിത്, സോൾമേറ്റ് ബോണ്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. കുറച്ച് പേർക്ക് അഗൈൻ ഇവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും ജോലിയുടെയോ വേറെ എന്തെങ്കിലും ഫാമിലിയിലെ പ്രശ്നങ്ങളോ ഫ്രണ്ട്സോ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആണെങ്കിലും ഐ തിങ്ക് അതും നിങ്ങൾക്ക് അവിടെയും നിങ്ങൾ കുറേ കൂടി ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് പറയാം. ഓക്കെ, കുറച്ചുകൂടി കാര്യങ്ങൾ ബെറ്റർ ആവും എന്നാണ് കാണുന്നത്. മുമ്പ് വിഷമങ്ങൾ ഉണ്ടായിരുന്നു, ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്, കുറച്ച് ഭാരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, മനസ്സൊക്കെ നിങ്ങൾക്ക് വല്ലാതെ ഒരു ടെൻഷനും വിഷമമൊക്കെ തോന്നുന്നുണ്ടാവാം. ബട്ട് ഇവിടെ ഒരു ബാലൻസ് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, ടെമ്പറൻസ് ബാലൻസ് പറയാം. അതായത് സിറ്റുവേഷൻ ഓക്കെ, നിങ്ങളൊരു കോംപ്രമൈസ് വന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നു. ഇത് കൂടുതലും എനിക്ക് റൊമാൻറ്റിക് ഒരു സിറ്റുവേഷൻ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ പേഴ്സണിനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ്, അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു നല്ലത് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ബുക്ക് ഓഫ് ആൻസേഴ്സ് ഐ തിങ്ക് ഇത് ലോങ് ആയിപ്പോയോ. ഓക്കെ ഓക്കെ ഓക്കെ, റൂൾ ഓഫ് 12 മീൻസ് ആൻ ഇൻഡിസ്പ്യൂട്ടബിൾ യെസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്പർ 12 നിങ്ങൾക്ക് എവിടെയെങ്കിലും റെപ്രസെൻ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും റെസനേറ്റ് ചെയ്യാം. 12 നമ്പർ എന്തുകൊണ്ട് ആൻഡ് യെസ് ആണ് ഇവിടെ പറയുന്നത്. മെയിനായിട്ട് ഇവിടെ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും അതിനൊരു നല്ലൊരു സ്ട്രോങ് യെസ് യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, യെസ് ഫോർ എവറിത്തിങ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും, ജോലി കിട്ടുമോ യെസ്, ഒരു പേഴ്സൺ വരുമോ യെസ്, നിങ്ങളുടെ പ്രൊജക്റ്റ് വിൻ ചെയ്യുമോ യെസ്, നിങ്ങൾ എക്സാമിന് പാസ്സാവുമോ യെസ്, എന്ത് തന്നെ ചോദിച്ചാലും നിങ്ങൾക്കൊരു യെസ് ആദ്യം യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം കുറച്ചുകൂടി. ദ സ്റ്റാർസ് ഏർജ് യു നോട്ട് ടു ഡിലേ. ഓക്കെ, സ്റ്റാർസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു പ്രതീക്ഷ, ഹോപ്പ് എന്ന രീതിക്കാണ്. ഓക്കെ, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഇരുട്ടിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ് സ്റ്റാർസിൻ്റെ വെളിച്ചം അല്ലേ. സോ നിങ്ങളോട് പറയുന്നത്, എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്, ഡിലേ ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാർഡ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് ഇടയിൽ കൂടെ തോന്നിയതാണ്, നിങ്ങളൊരു വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നുണ്ടോ, കുറച്ചൊരു പുറകോട്ടായ പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യൂ, പെട്ടെന്ന് തന്നെ ചെയ്തോളൂ, ഡിലേ ചെയ്യണ്ട എന്നാണ് പറയുന്നത്. വേഗം ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും കേട്ടോ. ഓക്കെ, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണോ, അപ്ലൈ ചെയ്യൂ. പേഴ്സണെ കോൺടാക്ട് ചെയ്യണോ, പക്ഷെ നിങ്ങളായിട്ട് അങ്ങോട്ട് കോൺടാക്ട് ഇങ്ങോട്ട് വരുന്നതാണ് എനിക്ക് കാണുന്നത്. എന്നാലും നോക്കാം. ഓക്കെ, ഒരു പേജ് കൂടി എടുത്തേക്കാം. ഓക്കെ, നമുക്ക് ഒരു പേജ് കൂടി എടുത്തേക്കാം. ഗെറ്റ് സം റെസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ തിരിഞ്ഞു പോയല്ലോ, ഞാൻ ആദ്യം റെസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഗെറ്റ് സം റെസ്റ്റ് ഫസ്റ്റ്. ഓക്കെ, രണ്ടും പറയുന്നുണ്ട്. എനിക്കിപ്പോൾ നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ എനിക്കിപ്പോൾ കൺഫ്യൂസ് ആയിപ്പോയി. ആദ്യം പറഞ്ഞു ഡിലേ ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ പറയുന്നു ഗെറ്റ് സം റെസ്റ്റ് ഫസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, മേ ബി ഒരു ചെറുതായിട്ടൊരു റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യൂ എന്നായിരിക്കാം. സോറി, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. കുറച്ച് പേർക്ക് നിങ്ങളോട് പറയുന്നുണ്ട് ഡിലേ ചെയ്യേണ്ട, വേഗം ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളോട് പറയുന്നുണ്ട് റെസ്റ്റ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യൂ എന്നും പറയുന്നുണ്ട്. സോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. ഡിപ്പെൻഡിങ് ഓൺ യുവർ. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ എടുത്തേക്കാം. 3 എന്ന് വിചാരിച്ചാണ്. സോ ഓക്കെ, ലെറ്റ്സ് സീ. തേർഡ്, നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇതൊക്കെ പോസ് ചെയ്തിട്ട് ആലോചിച്ചോളൂ കേട്ടോ. സോറി, ഞാൻ പറയാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യം, അതിനുള്ള ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഡെത്ത്,
Seven of Swords and Judgment. Ooh, Wheel of Fortune. Oh my god. Wow. എല്ലാ മേജർ ആർക്കാനും. ഓ മൈ ഗോഡ്. ഓക്കെ, 1 2 3 4 മേജർ ആർക്കാണ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇവിടെ ഇത്രയും നേരം ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മേജർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരു ലൈക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ. ഇതെല്ലാം ആക്ച്വലി ഓ മൈ ഗോഡ്, ഇത്രയും കാർഡ്സ് ഇതൊക്കെ മേജർ ആർക്കാന എന്ന് പറയും. മേജർ ആർക്കാന എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളുടെ ലൈഫിൽ എന്ന രീതിക്കാണ്. നിങ്ങൾ ചോദിക്കുന്ന എന്തൊരു കാര്യമായാലും ശരി, അത് റിലേഷൻഷിപ്പിനായാലും കരിയറിലായാലും വീട്ടിലെ ഫാമിലിയെ കുറിച്ചായാലും നിങ്ങളുടെ എന്തെങ്കിലും പണത്തിൻ്റെ കാര്യം, ഫൈനാൻസിൻ്റെ കാര്യം, വട്ട് എവർ ഇസ്, നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം, ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മേജർ ഒരു ഡിസിഷനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഡെത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആദ്യം തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തിങ് ഇവിടെ കാണുന്നത് ഒരു മാറ്റത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ഇതും പറയുന്നത് തന്നെയാണ്, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സോ നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു, അല്ലെങ്കിൽ വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് ആണ് ഇപ്പം ഞാൻ പറയും, നമ്മൾ നോക്കുന്നത് നിങ്ങളെ പറ്റിയിട്ടാണ്. സോ ഇത് ഈ ഒരു ഡിസിഷൻ, ഐ തിങ്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇത് വന്നിരിക്കും, ഇത് നടന്നിരിക്കും. ഓക്കെ, ചില എൻഡിങ്സ് വന്നിരിക്കും, പക്ഷെ ആ എൻഡിങ്ങിന് ശേഷം ന്യൂ ബിഗിനിങ് ആണ്. ഡോണ്ട് വറി. ഓക്കെ, ഒരിക്കലും അതൊരു നിങ്ങളെ തെറ്റായിട്ട് ഇത് ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഉള്ളിലേക്ക് പോയി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ലൈഫിലുള്ള സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങാം. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ജഡ്ജ്മെൻ്റ് സമയമാണ്. ഇതൊരു ശരിക്കും നിങ്ങളുടെ ഒരു കാർമിക് എൻഡിങ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാർമിക് സമയമാണ് നിങ്ങൾക്കുള്ളൊരു ടെസ്റ്റാണ്. ഓക്കെ, ഡിവൈൻ ടെസ്റ്റ് നടക്കുന്ന സമയമാണ്. നിങ്ങൾ എന്തോ മേജർ ഒരു തീരുമാനം എടുക്കാനുണ്ട് ഇവിടെ, മേജർ ഡിസിഷൻ നിങ്ങളുടെ ലൈഫിൽ എടുക്കാനുണ്ട്. ആൻഡ് അത് യൂണിവേഴ്സായിട്ട് നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ട്. ഇനി അത് ഡിലേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇനി ഇത് വൈകിക്കാൻ പറ്റില്ല, ഇനി ഇതിനെ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. യു ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻ, യു ഹാവ് ടു മേക്ക് ദ ചേഞ്ച് എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് കാണുന്നത്. വീല് തിരിഞ്ഞു വരും. ഓക്കെ, കാലം ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ വിധി തിരിഞ്ഞു വരും എന്ന് പറയില്ലേ. സോ അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നിങ്ങളെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കും, നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ മാറ്റം വരുത്തിക്കും. യൂണിവേഴ്സായിട്ട് തന്നെ ചെയ്യും. പ്രിപ്പയർഡ് ആയിക്കോളൂ. ഐ തിങ്ക് ഇത് കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിലുള്ളത് എന്താണോ നിങ്ങൾ നല്ലോണം ചിന്തിക്കുക. ചെറിയ കാര്യമാണെങ്കിൽ മേ ബി അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ബട്ട് ഐ ഫീൽ ലൈക്ക് ഇത് നിങ്ങൾ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓക്കെ, ഒരു വലിയൊരു മാറ്റമാണ് ഇവിടെ വരാൻ പോകുന്നത്. ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, നമ്മൾ പറയില്ലേ, പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. പാസ്റ്റിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, പാസ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ ഉണ്ടായ നമ്മുടെ ലൈഫിൽ. ഓക്കെ, നമ്മുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ ഉള്ളിൽ മാറ്റം വരുത്തേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ഇപ്പം നോക്കുന്നുണ്ട്, ഒരുപാട് നിങ്ങൾ അവനവനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നല്ല കാര്യമാണ് കേട്ടോ, ഒരിക്കലും ഇത് തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്, പേടിപ്പിക്കുകയല്ല. ഇത് വേണം, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. സോ ബി പ്രിപ്പയർഡ്. ശരിക്കും ഐ തിങ്ക് നിങ്ങൾക്ക് ആ റിയലൈസേഷൻസ് വരുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ തീരുമാനം എടുക്കാൻ, ചിലത് എൻഡ് ചെയ്ത് വിടാൻ നിങ്ങൾ മടിക്കുന്നുണ്ട്, നിങ്ങൾ പിടിച്ചു വെക്കുകയാണ്. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ആ ഒരു ഡിസിഷൻ, ആ ഒരു എൻഡിങ്ങിനെ നിങ്ങൾ തടയാണ്. പക്ഷേ എൻഡിങ് തടയാൻ സാധിക്കില്ല. ഓക്കെ, അത് യൂണിവേഴ്സായിട്ട് അത് ചെയ്യും, ഉറപ്പാണ്. നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും, അതങ്ങനെ എത്തിക്കും ആ ഒരു പോയിന്റിൽ. ഇവിടെ ഒരു കാർമിക് ഫേസ്, നിങ്ങളൊരു ലെസൺ പഠിച്ച് തീർക്കാനുണ്ട് ഇവിടെ. അത് തീർന്നില്ലെങ്കിൽ ഇത് വീണ്ടും 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 റിപ്പീറ്റ് ആവും. സോ ആലോചിച്ചോളൂ. ഇവിടെ നിങ്ങളോട് പറയുന്ന പ്രതീക്ഷ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവിലേക്കല്ല നിങ്ങളെ കൊണ്ടുപോകുന്നത്, പോസിറ്റീവിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതിവിടെ ഈ എൻഡിങ്, ഈ ഒരു നമ്മളൊരു സമയം, ആ സമയത്തിൽ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത് അത് നിങ്ങളുടെ ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് ഒരു മാറ്റം കൊണ്ടുവരും. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രതീക്ഷ, ഒരു എന്താ പറയുക, ഒരു പ്രകാശം നിങ്ങളെ ശരിക്കും ഒരു മജീഷ്യനാക്കി മാറ്റും എന്ന് പറയാം. നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിയെടുക്കും യൂണിവേഴ്സ്. ഓക്കെ, അതിന് മാറ്റാനുള്ള അവസരമാണ് ഇവിടെ യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക്. പക്ഷേ ഐ തിങ്ക് നിങ്ങൾ ആ ഒരു എൻഡിങ് വരാതെ, നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയേണ്ടതുണ്ടാവും, പക്ഷെ നമ്മൾ വിടാതെ അതിനെ പിടിച്ച് വെക്കാൻ ശ്രമിക്കും. ഐ തിങ്ക് അതിനെക്കുറിച്ച് നാൾ പറഞ്ഞിരുന്നു. അത് പക്ഷേ ചെയ്തിരിക്കും യൂണിവേഴ്സ്, അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ബിക്കോസ് അത്രയും നിങ്ങൾക്ക് വേദനകൾ വീണ്ടും 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 കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇതുകൊണ്ടാണ്. ബിക്കോസ് ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ പുഷ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്തായാലും ഇവിടെ ഇത്രയും ഈ ഒരു കാർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ മേജർ ആർക്കാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരാറില്ല, വളരെ റെയറാണ്.
സോ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതിപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിൽ ശരി, അത് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം കൊണ്ടുവരും. നല്ലതിലേക്കാണ് പോകുന്നത്, ഒരിക്കലും മോശത്തിലേക്കാന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് നല്ലത് എന്താണോ അതിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കും. അതിപ്പോൾ ആ വ്യക്തിയാണെങ്കിൽ അങ്ങനെ, ആ സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിൽ മാറ്റം വരാനുള്ള സമയമായിട്ടുണ്ട്. മാറിയില്ലെങ്കിൽ നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കും. സോ ബി റെഡി. ഓക്കെ, നിങ്ങളായിട്ടൊരു തീരുമാനമെടുത്ത് നിങ്ങളായിട്ട് തന്നെ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് കാണുന്നത്. യൂണിവേഴ്സ് അത്ര നിങ്ങളെ പുഷ് ചെയ്യും, പേടിക്കേണ്ട. അങ്ങനെയാണ് ഒരു പോയിന്റ് കൊണ്ട് എത്തിക്കും നമ്മളെ. ഓക്കെ, നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സ് നോട്ട് ചെയ്തിരുന്ന ഒരു കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ദ ക്വീൻ ഓഫ് ഹാർട്ട്സ് urges you to follow your heart instead of what others say. സോ ഇതാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് തീരുമാനം എടുക്കാൻ പറയുന്നുണ്ട് യൂണിവേഴ്സ്. ആ തീരുമാനം നിങ്ങളുടെ മനസ്സിൽ എന്താണോ കറക്റ്റ് എന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യാം. മറ്റുള്ളവരെന്ത് പറയുന്നു നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. ഓക്കെ, ആരോ എന്തോ ഓരോരുത്തരും എനിവേ നിങ്ങളെ തടസ്സങ്ങൾ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ തടസ്സങ്ങൾ ഉണ്ടാവാം. മറ്റുള്ളവർ ചിലപ്പോൾ അത് സമ്മതിച്ചു എന്ന് വരില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല. പക്ഷെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സ് എന്താ പറയുന്നത് അത് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കും. ബിക്കോസ് അതാണ് നിങ്ങളുടെ സോൾ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണത്. ഓക്കെ, അത് കേൾക്കാതിരിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് കേൾക്കുന്നില്ല. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് ഇനി അത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കൂ, നിങ്ങളുടെ ഹാർട്ട് പറയുന്നത് കേൾക്കൂ. അത് നിങ്ങൾക്ക് നല്ലതിലേക്ക് നിങ്ങളെ എത്തിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, one more indicates that fortune will favor you if you leave the past behind. Oh my god, fortune will favor you. നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ഭാഗത്തേക്ക് വരും. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണിത്. നമ്മളെടുത്ത ഇതിപ്പോൾ പറയുന്ന അതേ കാര്യമാണത്. ഇൻഡിക്കേറ്റ്സ് ദ ഫോർച്യൂൺ വിൽ ഫേവർ യു. നിങ്ങൾക്ക് വിധി നിങ്ങളുടെ ഭാഗത്തേക്ക് വരും, ലക്ക് നിങ്ങളുടെ ഭാഗത്ത് വരും, ന്യായം നിങ്ങളുടെ ഭാഗത്ത് വരും. ഓക്കെ, അത് നിങ്ങൾ തന്നെ ജയിക്കും, ഡോണ്ട് വറി. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് പക്ഷെ അത് വരണമെങ്കിൽ ഇഫ് യു ലീവ് ദ പാസ്റ്റ് ബിഹൈൻഡ്, ചിലത് നിങ്ങൾ എൻഡ് ചെയ്യാനുണ്ട്. നിങ്ങളിവിടെ എന്തോ മൈ ഗോഡ് മേജറായിട്ട് നിങ്ങൾ എന്തോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് എന്നാ പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിപ്പിച്ച് വിടാനുണ്ട്. നിങ്ങൾ അത് വിട്ട് കളയുമ്പോൾ നിങ്ങൾക്ക് പേടി എന്തായിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് നിങ്ങൾക്ക് നല്ലതല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നത്. ഓക്കെ, പക്ഷെ അതേ സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തിരിച്ചു വരാം. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് ആലോചിക്കാനുണ്ട്. ഒരു പേജ് കൂടി ഇത്തവണ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി എനിക്ക് വളരെ നല്ല ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. വൺ മോർ ആൻസർ പ്ലീസ്. ഓക്കെ, താങ്ക് യു. The sign of censure prompts you to forge ahead no matter what the cost. Again same thing. നിങ്ങളോട് പറയുന്നത് എന്ത് തന്നെ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും മുന്നോട്ട് ധൈര്യത്തിൽ പോവൂ. ഓക്കെ, കാരണം മുന്നോട്ട് നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ, ഉറപ്പാണ് നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. ഓക്കെ, ശരിക്കും സെൻചോർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇതാണ് യൂണിക്കോൺ പോലെയുള്ള ഒരു ഇതാണ്. ശരിക്കും മാജിക്കൽ ക്രീച്ചർ എന്ന് പറയാം. ആ മാജിക്കൽ ക്രീച്ചർ നിങ്ങളെ ഒരു കുതിര പോലെയുള്ള ഒരു ഇതാണ്. അപ്പം നിങ്ങളോട് പറയുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ, ധൈര്യത്തിൽ പോവും. ബിലീവ് ഇൻ മാജിക്, ബിലീവ് ഇൻ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി നല്ലത് കരുതി വെച്ചിട്ടുണ്ട് യൂണിവേഴ്സ്, ഡോണ്ട് വറി. ഓക്കെ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടും ചിലതൊക്കെ പുറകിൽ, പക്ഷെ അതിനേക്കാൾ നല്ലത്, ഡബിൾ നല്ലത് നിങ്ങൾക്ക് നല്ലത് വരും, ഉറപ്പാണ്. ഓക്കെ, സോ കീപ് ഗോയിങ് എന്ന യൂണിവേഴ്സ് പറയുന്നുണ്ട്. അത്രയും ഞാൻ അതാ പറഞ്ഞത്, ഇത് എന്തോ വലിയൊരു കാര്യം. നിങ്ങൾ അതും ആദ്യത്തെ 2 ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അതിൽ എനിക്ക് കറക്റ്റ് ആൻസേഴ്സ് എനിക്ക് നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ടില്ല. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ ഐ തിങ്ക് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ തിങ്ക് അത് മെൻഷൻ ചെയ്യും ഇതിൽ തേർഡ് പാർട്ട് എന്തായാലും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വിചാരിച്ച് ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.